നമസ്കാരം. വെനിസ്വേലയ്ക്ക് എതിരായ അമേരിക്കൻ നടപടി ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. വെനിസ്വേലയിൽ ആധിപത്യം പുനഃസ്ഥാപിക്കുവാനും ലഹരിക്കെതിരായി ആണ് തന്റെ നടപടിയെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ടെങ്കിലും വെനിസ്വേലയിലെ വിശാലമായ എണ്ണപ്പാടത്തിൽ തന്നെയാണ് ട്രംപിന്റെ കണ്ണ്. അതുകൊണ്ടാണ് മദുറോയെ പിടികൂടിയതിന് പിന്നാലെ വെനിസ്വേലൻ എണ്ണപ്പാടം ഇനി US നിയന്ത്രിക്കുമെന്ന് ട്രംപ് പറയാൻ കാരണം. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ സമ്പത്തുള്ള രാജ്യമാണ് വെനിസ്വേല. സൗദി അറേബ്യ പോലും വെനിസ്വേലയ്ക്ക് പിന്നിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. 2023 കണക്കനുസരിച്ച് 303 ബില്യൺ ബാരൽ എണ്ണ ഉള്ള വെനിസ്വേലയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ എണ്ണ ശേഖരം കൂടിയുള്ള രാജ്യമാണ്. 267.2 ബില്യൺ ബാരലുമായി സൗദി അറേബ്യ രണ്ടാം സ്ഥാനത്തും 208.6 ബാരലുമായി ഇറാൻ മൂന്നാം സ്ഥാനത്തും 163.6 ബാരലുമായി കാനഡ നാലാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. ആഗോള എണ്ണ ശേഖരത്തിന്റെ പകുതിയിലധികം ഈ 4 രാജ്യങ്ങളും ചേർന്നാണ്. യുഎസിന് ഏകദേശം 55 ബാരൽ എണ്ണയാണ് കൈവശമുള്ളത്. ഇത് ആഗോള തലത്തിൽ 9ാം സ്ഥാനത്താണ്. അതായത് വെനിസ്വേലയുടെ കരുതൽ ശേഖരം യുഎസിന്റെ കരുതൽ ശേഖരത്തെക്കാൾ 5 ഇരട്ടി കൂടുതലാണ്. നിലവിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സാമ്പത്തികമായും വീണ്ടെടുക്കാൻ കഴിയുന്ന അസംസ്കൃത എണ്ണയുടെ അളവളക്കുന്ന ആഗോളതലത്തിൽ തെളിയിക്കപ്പെട്ട എണ്ണ ശേഖരം ഏകദേശം 1.73 ട്രില്യൺ ബാരലാണ്. വെനിസ്വേലയുടെ എണ്ണ ശേഖരം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒറനോക്കോ ബെൽറ്റിലാണ്. ഇത് രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു വിശാലമായ പ്രദേശമാണ്. ഏകദേശം 55,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഇതിനുള്ളത്. ഒറനോക്കോ ബെൽറ്റിൽ അധിക ഭാരമുള്ള അസംസ്കൃത എണ്ണ അടങ്ങിയിരിക്കുന്നു. വിസ്കോസും സാന്ദ്രതയും ഉള്ളതിനാൽ പരമ്പരാഗത അസംസ്കൃത എണ്ണയേക്കാൾ വേർതിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടും ചെലവേറിയതുമാണ്. ഈ മേഖലയിൽ നിന്നും എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനും വിപണനം ചെയ്യാൻ സ്റ്റീം ഇഞ്ചക്ഷൻ, ഭാരം കുറഞ്ഞ അസംസ്കൃത എണ്ണയുമായി കലർത്തി തുടങ്ങിയാൽ നൂതന സാങ്കേതിക വിദ്യകൾ ആവശ്യമാണ്. ഒറനോക്കോ ബെൽറ്റിലെ മിക്ക പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് അവരാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാലപ്പഴക്കം, നിക്ഷേപക്കുറവ്, ദുരുപയോഗം, അന്താരാഷ്ട്ര ഉപരോധങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ PDVSA എന്ന് നേരിട്ടിട്ടുണ്ട്. ഇവയെല്ലാം വെനിസ്വേലയുടെ വിശാലമായ കരുതൽ ശേഖരം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനുള്ള കഴിവിനെ പരിമിതപ്പെടുത്തുന്നതാണ്. സർക്കാർ സബ്സിഡികൾ കാരണം ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ പെട്രോൾ വില വെനിസ്വേലയിലാണ്. 2025 സെപ്റ്റംബർ വരെ 95 ഒക്ടേൻ ഗ്യാസിന്റെ വില ലിറ്ററിന് 0.84 വെനിസ്വേലിയൻ ബൊളീവിയൻ ആണ്. ഇത് ലിറ്ററിന് ഏകദേശം $0.04 ആണ്. ലിബിയ, ഇറാൻ എന്നീ 2 പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത് അല്പം കൂടുതലാണ്. അവിടെ ഗ്യാസോലിൻ ലിറ്ററിന് ഏകദേശം $0.03 ആണ്. ഒബ്സർവേറ്റീവ് ഓഫ് ഇക്കണോമിക് കോംപ്ലക്സിറ്റിയുടെ ഡാറ്റ അനുസരിച്ച് 2023 വെനിസ്വേല വെറും $4.05 ബില്യൺ മൂല്യമുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതി ചെയ്തു. സൗദി അറേബ്യ, US, റഷ്യ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റു പ്രധാന കയറ്റുമതിയേക്കാൾ ഇത് വളരെ കൂടുതലാണ്. അസംസ്കൃത എണ്ണയ്ക്ക് പുറമെ വെനിസ്വേലിയൻ ഗ്യാസോലിൻ, ഡീസൽ തുടങ്ങിയ ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ചെറിയ അളവിൽ കയറ്റുമതി ചെയ്യുന്നു. 1960 സെപ്റ്റംബർ 14 ഒപെക് രൂപീകരണ സമയത്ത് വെനിസ്വേലയുടെ ഭാഗമായിരുന്നു. എണ്ണ കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഒപെക്. എണ്ണ വിതരണം നിയന്ത്രിക്കുന്നതിനും ആഗോള എണ്ണ വിലയെ സ്വാധീനിക്കുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ കൂടിയാണിത്. 1976 PDVSA സൃഷ്ടിക്കപ്പെടുകയും വിദേശ എണ്ണ കമ്പനികൾ ദേശസാൽക്കരിക്കുകയും ചെയ്തതിനു ശേഷമാണ് വെനിസ്വേല ഒരു കാലത്ത് ഒരു പ്രധാന എണ്ണ കയറ്റുമതിക്കാരനായിരുന്നു. 1990കളുടെ അവസാനത്തിലും 2000കളുടെ തുടക്കത്തിലും വെനിസ്വേല അമേരിക്കൻ പ്രതിനിധി ഏകദേശം 1.5 മുതൽ 2 ദശലക്ഷം ബാരൽ വരെ വിതരണം ചെയ്തു. ഇത് അമേരിക്കയുടെ ഏറ്റവും വലിയ വിദേശ എണ്ണ സ്രോതസ്സുകൾ ഒന്നാക്കി മാറ്റി. എന്നിരുന്നാലും 1998 ഹ്യൂഗോ ഷാവേസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം കയറ്റുമതി കുത്തനെ കുറയാൻ തുടങ്ങി. കാരണം അദ്ദേഹം രാജ്യത്തിന്റെ എണ്ണ മേഖലയെ പുനർനിർമ്മിച്ചു, ആസ്തികൾ ദേശസാൽക്കരിച്ചു, PDVSA പുനഃക്രമീകരിച്ചു, പരമ്പരാഗത കയറ്റുമതി വിപണിയേക്കാൾ ആഭ്യന്തര രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകി. രാഷ്ട്രീയ അസ്ഥിരത, PDVSAയിലെ ദുരുപയോഗം, അടിസ്ഥാന സൗകര്യങ്ങളിലെ നിക്ഷേപക്കുറവ് എന്നിവയും ഉൽപാദനം കുറയ്ക്കുന്നതിന് കാരണമായി. ഹ്യൂഗോ ഷാവേസിന്റെ പിൻഗാമിയായ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയുടെ കീഴിൽ ട്രംപ് ഭരണകൂടം 2017 US ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും പിന്നീട് 2019 അവ കർശനമാക്കുകയും ചെയ്തതോടെയാണ് സ്ഥിതി ആകെ വഷളായത്. ഈ നടപടികൾ വെനിസ്വേലയ്ക്ക് US-ലേക്കും ക്രൂഡ് ഓയിൽ വിൽക്കാനുള്ള കഴിവ് പരിമിതപ്പെടുത്തുകയും അന്താരാഷ്ട്ര സാമ്പത്തിക വിപണികളിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുകയും ചെയ്തു. ഇത് രാജ്യത്തിന്റെ എണ്ണ കയറ്റുമതിയിൽ കൂടുതൽ കുറയ്ക്കുകയും ചെയ്തു. തൽഫലമായാണ് US-ലേക്കുള്ള കയറ്റുമതി ഏതാണ്ട് നിലച്ച മട്ടായത്.
വെനസ്വല അതിന്റെ എണ്ണ വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും ചൈനയിലേക്ക് മാറ്റുകയും ചെയ്തു. അത് ഇന്ത്യ, ക്യൂബ തുടങ്ങിയ മറ്റു രാജ്യങ്ങൾക്കൊപ്പം അതിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് കൂടിയായി മാറി. 3 വർഷത്തിലേറെയായി എണ്ണ കയറ്റുമതി ഇല്ലാതെ കിടക്കുന്നതിന് ശേഷം 2022 നവംബറിൽ ഏറ്റവും വലിയ അമേരിക്കൻ മൾട്ടിനാഷണൽ എനർജി കോർപ്പറേഷനുകളിലൊന്നായ ഷെവ്റോണിന് വെനസ്വലയിൽ നിന്നുമുള്ള പരിമിതമായ എണ്ണ ഉൽപാദനവും കയറ്റുമതിയും പുനരാരംഭിക്കുന്നതിന് US ട്രഷറി വകുപ്പ് ഒരു ഹ്രസ്വകാല ലൈസൻസ് നൽകി. ഷെവറോൺ ചില ഉൽപാദനവും കയറ്റുമതിയും പുനരാരംഭിച്ചു. 2025 ജനുവരിയിൽ ട്രംപ് ഭരണകൂടം വീണ്ടും അധികാരത്തിൽ വന്നതോടെ വെനസ്വലയിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഏതൊരു രാജ്യത്തിനും നേരിട്ടോ അല്ലാതെയോ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും 25% തീരുവ ചുമത്തിക്കൊണ്ട് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചു. US ഉപരോധങ്ങൾക്കിടയിലും വെനസ്വലയുമായുള്ള വ്യാപാരം വർദ്ധിപ്പിച്ച ചൈന, റഷ്യ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിൽ ആക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. മദുറോയുടെ ഭരണകാലത്തെ സാമ്പത്തികമായും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ആഗോള വിപണികളിലേക്കുള്ള വെനസ്വലൻ എണ്ണയുടെ ഒഴുക്ക് തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു താരിഫ് ഏർപ്പെടുത്തിയത്. താരിഫ് പരിമിതമായി വിജയം നേടുകയും ചെയ്തു. ഇന്ത്യയുടെ റിലയൻസ് ഇൻഡസ്ട്രി വെനസ്വലൻ എണ്ണ വാങ്ങുന്നത് അങ്ങ് നിർത്തി. പക്ഷേ തീരുവ ഭീഷണി വകവയ്ക്കാതെ ചൈന ഇറക്കുമതി തുടർന്നുകൊണ്ടേയിരുന്നു. 2025 സെപ്റ്റംബർ 3 ആയപ്പോഴേക്കും വെനസ്വലയുടെ എണ്ണ കയറ്റുമതി 9 ലക്ഷം ബാരൽ കവിഞ്ഞു. 2024 നവംബർ മുതൽ ഏറ്റവും ഉയർന്ന നില 9 മാസത്തെ ഉയർന്ന നിരക്കാണിത്. എന്നിരുന്നാലും കയറ്റുമതി ഇപ്പോഴും അവയുടെ ഉപരോധത്തിനു മുമ്പിലുള്ള നിലവാരത്തെ വളരെ കുറവാണ്.